ഏറ്റവും നല്ല പേരൻറ്റിൻ്റെ എക്സാമ്പിൾ എന്താ വെച്ചാൽ അനുഭവം കൊടുക്കുന്ന പേരൻ്റാണ്. മക്കൾക്ക് വിവിധ തരം അനുഭവങ്ങൾ കൊടുക്കണം. സ്നേഹം അനുഭവമാണ്, ദേഷ്യം അനുഭവമാണ്, നോ അനുഭവമാണ്, പറ്റൂല എന്ന് പറയുന്നത് അനുഭവമാണ്. അനുഭവങ്ങളില്ലെങ്കിൽ അനുഭവങ്ങളുള്ളത് തേടിപ്പോവും കുട്ടികൾ. ഒരു നാട്ടിലെ വലിയ വീട് എന്ന് പറഞ്ഞാൽ ബഡ വീട്. ആ നാട്ടിലെ LP സ്കൂളിലെ കുട്ടികൾ ടൂറ് പോകുമ്പോൾ ആ വീട് കാണിച്ചു കൊടുക്കും. അത്ര വലിയ വീട്. തിയേറ്ററുണ്ട്. 20 വർഷം മുമ്പ് തിയേറ്ററുള്ള വീട്, സ്വന്തം സ്വിമ്മിംഗ് പൂളും തിയേറ്ററൊക്കെ ഉള്ള വലിയ പള്ളിയുടെ ഒക്കെ കുബ്ബുള്ള ബഡ വീട്. അപ്പോൾ ഈ വീടിന് മുമ്പിൽ എപ്പോഴും ആൾക്കാരൊന്ന് ഫോട്ടോ എടുക്കണ കാണാം. അത്ര വലിയ വീട്. 3 പെൺകുട്ടികളാണ് ആ വീട്ടിൽ. 3 പെൺകുട്ടികളും, ആ വാക്ക് ഉപയോഗിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, ഒളിച്ചോടിപ്പോയി. ആ പോയത് 3ഉം അവിടെ പണിക്ക് വന്ന ആൾക്കാരുടെ കൂടെ. ഒരു പെൺകുട്ടി പോയത് വെൽഡിങ്, അവൻ വെൽഡ് ചെയ്ത് ഇതിനെയും വെൽഡ് ചെയ്ത് പോയി. പിന്നെ അടുത്ത ഒരു വ്യക്തി പോയത് പെയിന്റ് പണിക്ക് വന്ന ആളെ കൂടെ പൊട്ടിയിട്ട് പോയത്. 3ാമത്തെ കുട്ടി പോയത് ആ തിയേറ്റർ, അതിൻ്റെ ഉള്ളിലെ തിയേറ്റർ ഓപ്പറേറ്റ് ചെയ്യാമെന്ന ദിൽവാലെ ദുൽഹനിയ ലേറ്റായി. അപ്പോൾ ഒരു കുട്ടി പോയത് ഈ ലക്ഷം വീട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ലക്ഷം വീട് കുറേ വീടുകൾ ഒരുമിച്ചുള്ള അല്ലേ, ലക്ഷം വീട് കോളനിയിലേക്കാണ്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഈ കുട്ടി എൻ്റെ കൂട്ടുകാരി കൂടിയാണ്. ഞാൻ അവളെ കാണാൻ വേണ്ടി പോയി. ഞാൻ വിചാരിച്ചു ഇവള് തകർന്നിരിക്കുകയായിരിക്കും എന്നാണ് വിചാരിച്ചത്. അവളോട് പോയി ചോദിച്ചപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പം ജീവിതം എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി, ഇവിടെ രസാടാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞതെന്താ വെച്ചാൽ ഇവിടെ എല്ലാവരും പരസ്പരം കാണും. അതാണ് ആ കുട്ടി പറഞ്ഞ്. അവൾ എന്നോട് പറയും ഇവിടെ എല്ലാവരും കാണൂടോ, ഇവിടെ എല്ലാവരും ഒരുമിച്ച ഭക്ഷണം കഴിക്കുക. നിങ്ങൾക്കറിയാം എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക. അപ്പം ഞാൻ അങ്ങനെ മനസ്സിലാക്കുക. അപ്പം നിൻ്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയാം ആ വീട്ടിലിങ്ങനെ നിശബ്ദത തളം കെട്ടിക്കിടക്കണം. ഒരാളോടും മിണ്ടാനില്ല എനിക്ക്. ഒരു റൂമിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ നടക്കണം. അത്ര വലിയ റൂമും പണിതിട്ടിട്ട് ഇവരുടെ പിതാവ് ഗൾഫിലെവിടെയാണ്. ആ അനുഭവം തേടി വന്നതാണ്. അവൾ പറയാം, ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇത് 5 സെൻറ്റിലെ പൂന്തോട്ടമാണ്, അത് 5 ഏക്കറിലെ പുല്ലും പറമ്പാണ്. ഭയങ്കര കോൺസെപ്റ്റാണ് അത്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ഈ കാട് വെച്ചിട്ടൊരു സ്ഥലത്തിന് പേര് പറയാൻ പറ്റും. കാട്, പാലക്കാട്, മണ്ണാർക്കാട്. നീ നാട് വെച്ചിട്ടൊരു പേര് പറഞ്ഞു. നാട്, വയനാട്, കുട്ടനാട്. വെരി ഗുഡ്. കാടും നാടും തമ്മിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടാവും? കുറേ വ്യത്യാസങ്ങളുണ്ട്. ഒരു വ്യത്യാസം ഞാൻ പറയാം. കാട് തനിയെ ഉണ്ടാവുന്നതാണ്, നാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. വീടിൻ്റെ പുറകിൽ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ തനിയെ ഉണ്ടായി വരുന്നതാണ് പൊന്തക്കാട്. പക്ഷെ വീടിൻ്റെ മുമ്പിൽ നമ്മൾ ശ്രദ്ധയോടെ പരിചരിച്ച് കാത്തു ഉണ്ടാക്കുന്നതാണ് പൂന്തോട്ടം. നമ്മൾ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മുടെ മക്കൾ വളരും. പക്ഷെ അവർ കാടായി മാറണോ നാടായി മാറണോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ഉറപ്പുണ്ട്, 100% ഉറപ്പുണ്ട്. ഇന്നലെ രാത്രി വന്നവർ, ഈ പ്രോഗ്രാമിന് വേണ്ടി ഗൾഫിൽ നിന്ന് വന്നവർ, ഈ പ്രോഗ്രാമിന് വേണ്ടി ലീവ് എടുത്ത് വന്നവർ, അവരെ ആഗ്രഹത്തിൻ്റെ ഒപ്പം നിന്നിട്ട് ആ പൈസ മുടക്കിയവർ, ആ എഫേർട്ട് എടുത്തവർ, ഈ കുട്ടികൾ, ഈ കുടുംബം, ഇത് കാടല്ല, പൊന്തക്കാടല്ല, ഇത് അതിമനോഹരമായ പൂന്തോട്ടമാണ്. ആ പൂന്തോട്ടത്തിലെ പൈലറ്റുകളാണ് ഇരിക്കുന്നവരൊക്കെ. ആ പൂന്തോട്ടത്തിന് ചുക്കം പിടിച്ചവരാണ് ഈ പാരൻസ് ഒക്കെ. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ബീൻ വണ്ടർഫുൾ ടോക്കിംഗ് യു. Thanks a lot.